ഈ 112ാമത്തെ സൂറത്തിനെ നീ ആത്മാർത്ഥമായി സ്നേഹിച്ച നിനക്ക് സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നബിതങ്ങളുടെ മുമ്പിൽ കുറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ ഉസ്താദി എപ്പോൾ നിസ്കരിക്കുമ്പോഴും കുലുഹു അല്ലയാ ഓതുന്നത്. ഞങ്ങളുടെ പള്ളിയിലെ ഇമാമ് എപ്പോൾ നിസ്കരിക്കുമ്പോഴും ഏത് സൂറത്താ ഓതുന്നത്? ഈ ചങ്ങാതി കുലുഹു അല്ല മാത്രമേ ഓതണുള്ളൂ, വേറെ വലിയ സൂറത്തൊന്നും ഓതുന്നില്ല. പരാതി നമ്മുടെ ഉസ്താദിനെ കുറിച്ച് പരാതി, ഉസ്താദ് വലുതാ ഓതുന്ന, ചെറുത് ഓതുന്നില്ല. നേരെ തിരിച്ചാ, ഉസ്താദ് വലിയ സൂറത്ത്, ഉസ്താദ് എന്തോ അല്ല ഹത്ത ഓതുന്നതെന്നാ ചിന്തിക്കുന്നത് എപ്പോ നിസ്കരിച്ചോണ്ടിരിക്കുമ്പോ. ഇവിടെ ഞാൻ ചിന്തി, ഈ സഹാബിയെ കുറിച്ച് പരാതി പറയുന്നത് ഇഖ്ലാസ് സൂറത്താ പാരായണം ചെയ്യണേ. അപ്പൊ നബിതങ്ങൾ ഈ ചങ്ങാതി കണ്ടപ്പോ ചോദിച്ചു, നിനക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട്, നീ എന്താ എപ്പോഴും നിസ്കരിക്കുമ്പോ ഇഖ്ലാസ് ഓതുന്നത്? എനിക്ക് ആ സൂറത്ത് വല്ലാത്ത ഇഷ്ടമാണ് നബി, അതുകൊണ്ടാ. എടാ, 114 സൂറത്തുണ്ടല്ലോ, നിനക്കെന്താ ഇതിനോട് മാത്രം എത്ര സ്നേഹം? എത്രയോ സൂറത്ത് ഖുർആനിലുണ്ട്, ഏത് വേണമെങ്കിലും ഓതാലോ. നീ എന്തുകൊണ്ടാണ് ഇത് മാത്രം പാരായണം ചെയ്യുന്നത്? സഹാബിയുടെ മറുപടി, തൗഹീദിനെ കുറിച്ച് പറയുന്ന സൂറത്തല്ലേ നബിയെ, അള്ളാഹയെ കുറിച്ച് പറയണതല്ലേ, എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയെ, പൊക്കോളാൻ പറഞ്ഞു. ആ സഹാബി മടങ്ങിപ്പോയപ്പോ കൂടെ നിന്നവരോട് പറഞ്ഞു, ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് നബിയിന റസൂലുള്ളാഹി. അതാണ് ആ സൂറത്ത്, അതാണ് ആ സൂറത്ത്. ആ സൂറത്തിന്റെ പ്രത്യേകത ഏതാ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓതിയാ കിട്ടുന്ന പ്രതിഫലം എന്താ? ഇത് സ്നേഹിച്ചാ കിട്ടുന്ന പ്രതിഫലം, ഇത് സ്നേഹിച്ചാ കിട്ടുന്ന പ്രതിഫലം. ഓതിയാലോ, ഓതിയാ കിട്ടുന്ന പ്രതിഫലം എന്താ? അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഖുർആൻ നോക്കി ഓതൂല്ലേ? ഖുർആൻ നോക്കി ഓതൂല്ലേ? ഒരാളും വെറുതെ ഓതണ്ട. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമെന്ന് തീരുമാനിച്ചല്ലോ, അള്ളാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നല്ല മരണം തരും ബാപ്പാ, നല്ല മരണം തരും പെങ്ങള്. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണം അല്ലാഹു തരികയാണ്. പടച്ചറപ്പേ, ഖുർആൻ ഓതുന്നവർക്ക് അല്ലാഹു നല്ല മരണം തരികയാണ്. എത്ര ചരിത്രമാണ് നിങ്ങൾക്ക് വേണ്ടത്? അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഒന്നാമത്തെ പ്രതിഫലം നല്ല മരണമാണ്. അല്ലാഹുവേ, നല്ല മരണം തരണേ അല്ലാ. ഒന്നാമത്തെ പ്രതിഫലം നല്ല മരണമാണ്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നിങ്ങൾ ഒരുപാട് ജനാസ കണ്ടവരാണ്. നീ കണ്ട ജനാസ എത്രയാണെന്ന് പോലും നിനക്കറിയില്ലല്ലോ. നിന്റെ ഈ ജീവിതത്തിൽ നീ ഒരുപാട് ജനാസ കണ്ടവരാണ്. എല്ലാം നിനക്കോർമ്മയില്ല, എല്ലാവരുടെ മുഖവും നിനക്കോർമ്മയില്ല. എന്നാ ചിലരുടെ മുഖം ഇപ്പോഴും നിന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. മറക്കാൻ പറ്റാത്ത രീതിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുന്ന മുഖം, പ്രകാശിക്കുന്ന മുഖം. നീ പോലും ചിലരുടെ ജനാസ കണ്ടപ്പോ അവിടെ നിന്ന് കൊതിച്ചു, അല്ലാ, ഇതുപോലെ ഒരു മരണം എനിക്കും തരണേ അല്ലാ. കൊതിച്ചു പോയ ചില മരണം കണ്ടിട്ടില്ലേ സഹോദരാ? അപ്പൊ ഒന്നാമത്തെ പ്രതിഫലം നല്ല മരണമാണ്. രണ്ടാമത്തെ പ്രതിഫലം നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാണ്. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? പെങ്ങളെ, ഖുർആൻ ഓതുമോളെ, സീരിയല് കണ്ടുകൊണ്ട് കരയുന്ന ഉമ്മമാരെ, ഖുർആൻ ഓതുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഖുർആൻ ഓതുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പടച്ചവനെ, ദുനിയാവിൽ തരുന്ന ഒരു പ്രതിഫലമുണ്ടോ? അർദുലിൽ ഉംറ എന്ന് പറയുന്ന ഒരവസ്ഥയെ തൊട്ട് അല്ലാഹു കാക്കുകയാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുകയാണ്. സ്വന്തം മകൻ മുമ്പ് വന്ന് നിന്നാൽ, സ്വന്തം മകൻ മുമ്പിൽ വന്ന് നിന്നാൽ, ഇതെന്റെ മകനാണെന്നറിയില്ല, ഇതെന്റെ മകളാണെന്നറിയില്ല, ഇതെന്റെ ഭാര്യയാണെന്നറിയില്ല, ഇതെന്റെ കൂടപ്പറപ്പാണെന്നറിയില്ല. ബുദ്ധി തിരിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ടോ? ആ അർദുലിൽ ഉംറ എന്ന് പറയുന്ന അവസ്ഥയെ തൊട്ട് അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അതാ കിതാബ് എടുക്കുന്ന ഉസ്താദന്മാരുണ്ടല്ലോ, മക്കൾക്ക് മദ്രസയിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന, കോളേജുകളിലെ ഹദീസുകളും ഖുർആനും പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദന്മാർ പ്രായമായാലും അവരുടെ ബുദ്ധി തിരിയാറില്ല.
എത്ര വയസ്സായാലും അവരുടെ ബുദ്ധി തിരിയാറില്ല. ഇത് ഇന്നതാ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ ബുദ്ധി മറിഞ്ഞു പോകാറില്ല. അർദുലിൽ ഉംറ എന്ന് പറയുന്ന അവസ്ഥ അവർക്ക് ഉണ്ടാകാറില്ല. അതുകൊണ്ട് നല്ല മരണമാണൊന്ന്, അർദുലിൽ ഉംറ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. 2 നല്ല മരണമാണ്. 3 മുഖത്തു പ്രകാശമാണ്. 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? വരുമടോ സഹോദരാ, നീ മരിച്ചു കഴിഞ്ഞ നിന്റെ ജനാസ ചുമക്കാൻ വിവിഐപികൾ വരും മോനെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ച് സനദ് വാങ്ങിയിരിക്കുന്ന ഹാഫിളീങ്ങളായ മക്കളെ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണെന്നറിയോ? അല്ലാഹു ചെയ്ത നിഅമത്ത് മറക്കല്ലേ മക്കളെ. അല്ലാഹു ചെയ്ത നിഅമത്ത് മറക്കല്ലേ മക്കളെ. ഒരായത്ത് പാരായണം ചെയ്താൽ, ഒരു സൂറത്ത് പാരായണം ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങളുടെ സ്വഹാബിയാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു. സഅദ് എന്ന് പറയുന്ന സ്വഹാബി ലോകത്തോട് വിട പറയുകയാണ്. സഅദ് എന്ന് പറയുന്ന സ്വഹാബി ലോകത്തോട് വിട പറഞ്ഞപ്പോ എല്ലാവരും ചോദിക്കുന്നു, സഅദ് ഉറങ്ങുവാണോ? സഅദ് വല്ലാത്ത പ്രകാശമായിരുന്നടോ. സഅദ് എന്ന് പറയുന്ന സ്വഹാബി മരണപ്പെട്ടപ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു, ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയടാ ചെറുപ്പക്കാരാ. സഅദ് റളിയല്ലാഹു തആല അൻഹു ഷഹീദായപ്പോ, മഹാനവറുകൾ അവിടുന്ന് മരണപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങുകയാണ്. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കണ്ടവർ പറയുകയാണ്, ഉറങ്ങുകയാണോ? എന്തൊരു പ്രകാശമാണ് റബ്ബേ. 3ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഇവിടത്തെ പള്ളിയിൽ വിളിച്ചു പറയും, പെങ്ങള്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ടാർപ്പ വലിച്ചു കെട്ടുകയാ, കസേര നിരത്തുകയാ. എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. പടച്ചവനെ, നിന്റെ ജനാസ എടുത്തുകൊണ്ട് വീടിന്റെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി മലർത്തി കിടത്തുകയാ. അവിടുന്ന് വസ്ത്രങ്ങൾ ഉരിമാറ്റി, നജസ്സുകൾ ഒഴിവാക്കി, നഖത്തിനടിയിലെ അഴുക്കുകൾ എടുത്തു കളഞ്ഞു. ശരീരം മുഴുവനും നല്ലതുപോലെ ചൂടുള്ള വെള്ളം ഒഴിപ്പിച്ചങ്ങ് കുളിപ്പിക്കുകയാ. സുഗന്ധമിട്ട വെള്ളമൊഴിക്കുകയാ, ഒന്നുപെടുപ്പിക്കുകയാ, നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുകയാ. എന്നിട്ട് നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ധരിക്കാത്ത വെള്ള തുണിക്കകത്ത് നിന്റെ ജനാസയങ്ങ് പൊതിയുകയാ. പടച്ച റബ്ബേ, എന്നിട്ട് നിന്റെ ജനാസ അതാ ഒരാള് പുറത്തേക്ക് നിന്നിട്ട് പറയുകയാ, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ. എല്ലാരും മാറി നിൽക്കുമ്പോ അതാ 3-4 പേര് നിന്റെ ജനാസ എടുക്കുകയാണ്. വീടിന്റെ അകത്ത് വിരിച്ചിട്ടിരുന്ന 3 കഷ്ടം തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തി കിടത്തുകയാ. എന്തൊരു തിരക്കെന്നറിയോ? കുടുംബക്കാരും നാട്ടുകാരും അയൽക്കാരും കൂട്ടുകാരും വിളിക്കാതെ തന്നെ നിന്റെ വീട്ടിലേക്ക് എല്ലാവരും കടന്നു വന്നിരിക്കുകയാണ്. വിളിക്കാതെ തന്നെ എല്ലാവരും കടന്നു വന്നു. റബ്ബേ, ഒരാള് ചോദിക്കുന്നു, പഞ്ഞി എവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? എന്തിനാണ് പഞ്ഞി തിരക്കുന്നതെന്നറിയോ? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുര
ഉള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മൂക്കിന്റെ ദ്വാരത്ത് പഞ്ഞു വെക്കുകയാണ്. കാണേണ്ടവരൊക്കെ കണ്ടോ, സിറാജിനെ കാണേണ്ടവരൊക്കെ കണ്ടോ. പുതിയ പോകുകയാണ്. എല്ലാവരും തിരക്ക് കൂട്ടിയപ്പോ ആരോ പറയുന്നുണ്ട്, കണ്ടതൊക്കെ മതി പുതിയ. നിലവിളിയുടെ ശബ്ദമാ സഹോദരാ. മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം അപ്പോഴാണ്. എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഉമ്മാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഇക്കാനെ കൊണ്ടുപോകല്ലേ, എന്റെ പൊന്നുമോനെ കൊണ്ടുപോകല്ലേ. അന്നത്തെ കണ്ണുനീരിന് വിലയില്ലടോ. മയ്യത്ത് കട്ടിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഉമ്മാ ആര് ചുമക്കണം ഉമ്മ? എടാ ഹാഫിളായ ചെറുപ്പക്കാരാ, നീ മരിച്ചാല് ആരാ നിന്റെ മയ്യത്ത് ചുമക്കേണ്ടത്? കള്ളു കുടിക്കുന്നവനാണോ, വ്യഭിചരിക്കുന്നവനാണോ, നിസ്കരിക്കാത്തവനാണോ, അല്ലാഹനെ മറന്നു നടക്കുന്നവനാണോ? അല്ലടാ പൊന്നുമക്കളെ, നീ ഖുർആൻ പഠിച്ചവനാടാ, നീ ഹാഫിളാടാ ചെറുപ്പക്കാരാ. എന്റെ പൊന്നുമക്കളെ, നിങ്ങളുടെ ജനാസ ചുമക്കാ VIP വരുമടാ. VIP മരിച്ചാ VIP വരണമല്ലോ. VVIPകൾ മരിച്ചാൽ, നിങ്ങളുടെ നാട്ടിൽ ഒരു അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരൻ മരിച്ചാൽ VVIPകൾ കാണാൻ വരുമടോ. ഇപ്പൊ അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച നീ മരിച്ചാ VVIPകൾ കടന്നു വരും ചെറുപ്പക്കാരാ. ആരാണ് VVIP എന്നറിയുമോ? സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ നബിതങ്ങൾ തള്ളവിരൽ കുത്തികെട്ട് നടക്കുകയാണ്. നബിതങ്ങൾ തള്ളവിരൽ കുത്തികെട്ട് നടക്കുകയാണ്. സഹാബത്ത് പറയുന്നു, ജനാസയ്ക്ക് ഭാരമില്ല, ജനാസയ്ക്ക് ഭാരമില്ല. തള്ളവിരൽ കുത്തിയിട്ട് നടക്കുന്ന നബിതങ്ങളെ കണ്ടപ്പോ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് പിന്നീട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, തള്ളവിരൽ കുത്തിയിട്ട് നടക്കുന്നത് കണ്ടല്ലോ നബിയേ, എന്തു പറ്റി നബിയേ, എന്തു പറ്റി നബിയേ? സ്വഹാബാ, 70,000 മലക്കുകൾ ഇറങ്ങി വന്നു സ്വഹാബാ. എനിക്ക് സ്ഥലം കിട്ടിയില്ല സഹാബാ, എനിക്ക് തള്ളവിരൽ കുത്താനാ സ്ഥലം കിട്ടിയത്. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസയ്ക്ക് ഭാരമില്ലായിരുന്നു. മലക്കുകളെ ചുമന്നടാ മക്കളെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതാ ഗെയിം കളിച്ചുകൊണ്ട്, ഫോണിൽ കളിച്ചുകൊണ്ട്, യഥാ ഇൻസ്റ്റാഗ്രാമിലൂടെ വീഡിയോയിട്ടുകൊണ്ട് ഇന്നത്തെ നിന്റെയൊക്കെ പ്രായത്തിലുള്ള മക്കളും അതിമറന്ന് നടന്നപ്പോ അല്ലാഹുവേ, ഇവിടെ വന്ന് നിന്നുകൊണ്ട് ഖുർആൻ പഠിച്ച മക്കളെ, ഹാഫിളീങ്ങളായ മക്കളെ വരുമടാ VVIPകൾ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. നിങ്ങളുടെ ജനാസ ചുമക്കാർ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ അല്ലാ 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 എന്ന് പറഞ്ഞ VVIPകൾ, അല്ലാഹുവിന്റെ സൈന്യം വരുമടാ മക്കളെ. നമ്മുടെ ജനാസ ചുമക്കാർ, നമ്മുടെ ജനാസ ചുമക്കാർ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ചുമന്നതും മലക്കുകളാ. എന്റെ ഉപ്പമാരേ, സഅദ് തങ്ങൾക്ക് ഖബർ കുടിക്കുകയാണ്. ഖബർ കുടിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിന് സുഗന്ധമാ, ഖബറിലെ മണ്ണിന് സുഗന്ധമാ. താഴേക്ക് ചെല്ലും തോറും സുഗന്ധമാണ്. ആ മനുഷ്യനുണ്ടല്ലോ, അവസാനം ഖബറിനടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരുകയാണ്. ആരും കാണാതെ തന്റെ മടിയിൽ വെക്കുകയാണ്. ജനാസ ഖബറടക്കി എല്ലാവരും പിരിഞ്ഞുപോയി. ഈ വാരിക്കൊണ്ടുപോയ മണ്ണ് വീട്ടിൽ സൂക്ഷിച്ചു വെക്കുകയാണ്. രാത്രിയായപ്പോ വീടിനകത്ത് വല്ലാത്ത സുഗന്ധമാ. എവിടെ നിന്നാ അല്ലാഹ് ഈ വീടിന്റെ അകത്ത് സുഗന്ധമടിക്കുന്നല്ലോ? എവിടെ നിന്നാണ് പടച്ചവനെ? ആ ഖബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ, ചെന്ന് നോക്കുമ്പോ
സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിനകത്ത് നിന്ന് വാരിക്കൊണ്ടുവന്ന മണ്ണുണ്ടല്ലോ, കസ്തൂരിയെ പോലെ സുഗന്ധമുള്ളതായിരിക്കുകയാണ്. പടച്ച റബ്ബേ, ഈ മനുഷ്യനെ സഅദ് തങ്ങളെ സ്വപ്നം കണ്ടപ്പോ അവിടെന്ന് ചോദിച്ചു, മോനെ സഅദ്, എങ്ങനെയായി പ്രതിഫലം കിട്ടിയത്? എങ്ങനെയാ സഅദ് ഈ പ്രതിഫലം കിട്ടിയത്? സഅദ് തങ്ങൾ പറഞ്ഞ മറുപടി, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയതിന് എന്റെ റബ്ബ് തനിക്ക് തന്ന പ്രതിഫലമാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ഒരിക്കലും നഷ്ടമാകില്ല, ഒരിക്കലും നഷ്ടമാകില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യാൻ തീരുമാനിച്ചല്ലോ, അല്ലാഹുവേ നീ സ്വർഗ്ഗം തരണേ അല്ലാ. അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങിക്കോ, അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങിക്കോ. അതുകൊണ്ട് ഖുർആൻ പറയുന്നതനുസരിക്കണേ, ആദരിക്കണേ, ബഹുമാനിക്കണേ. അത് അല്ലാഹുവിന്റെ കലാമാ. ഒന്നുമില്ലാതെ തുടരുത്, ഒന്നുമില്ലാതെ തുടരുത്. കിബിലയുടെ നേരെ ഇരുന്ന് വേണം പാരായണം ചെയ്യാൻ. ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കരുത്, അതിനെ നീ ബഹുമാനിക്കൂ. അല്ലാഹ് ബഹുമാനിക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. ഖുർആൻ പാരായണം ചെയ്യ്, അല്ലാഹുവിനെ ആദരിക്ക്, ബഹുമാനിക്ക്. ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കരുത്. ഒന്നുപെടുത്തിട്ട് കിബിലയുടെ നേരെ ഇരുന്ന് വേണം പാരായണം ചെയ്യാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു സൂറത്ത് സ്നേഹിക്ക്, ഒരു സൂറത്ത് പാരായണം ചെയ്യ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നബി തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹാ അശറ മർറ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന. ഏതെങ്കിലും ഒരു മനുഷ്യൻ 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു വീട് പണിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിൽ ഈ സൂറത്ത് ആരെങ്കിലും 10 പ്രാവശ്യം പാരായണം ചെയ്താൽ അവന് സ്വർഗത്തിൽ ഒരു വീട് പണിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിലൊരു വീട് പണിയോ? സ്വർഗത്തിലൊരു വീട് പണിയോ? പണിയോ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. എത്ര വീട് പണിയാൻ പറ്റുമോ അത്രയും വീട് സ്വർഗത്തിൽ പോകുമ്പോൾ പണിയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. 9 മണിക്ക് മുമ്പ് കിടന്ന് ഉറങ്ങും. എന്തൊരു സമാധാനം, എന്തൊരു സന്തോഷം. വാപ്പ ലോൺ എടുത്തിട്ടാണോ വീട് വെച്ചേ? വാപ്പ പിരിവെടുത്തിട്ടാണോ പെങ്ങളെ കെട്ടിച്ച്? അല്ലല്ലോ. എന്തേ അതിന്റെ കാരണം? ഇവിടെ നമ്മുടെ കൊട്ടാരങ്ങളിൽ ഇന്ന് കോടികൾ ചെലവഴിച്ച്, ലക്ഷങ്ങൾ ചെലവഴിച്ച് നമ്മൾ കൊട്ടാരം പണിതു. ആ കൊട്ടാരത്തിൻ്റെ അകത്ത് കിട്ടാത്ത സന്തോഷം നമ്മുടെ തറവാടായ കുടുംബ വീട്ടിൽ, ആ ഓല ഷെഡിനകത്ത്, ആ ഓടിട്ട വീടിൻ്റെ അകത്ത് സമാധാനമുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. തമ്മിലടിയും വൈരാഗ്യവും ഇല്ല. അന്ന് കൂടപ്പറപ്പെന്ന് പറഞ്ഞാൽ വല്ലാത്ത സ്നേഹം. ഇന്ന് കൂടപ്പറപ്പാ കൂടോത്രം ചെയ്യുന്നത്. അള്ളാഹു കാത്തിരിച്ചുകുമാറാകട്ടെ. എടാ, അന്ന് ജ്യേഷ്ഠനും അനുജനെന്ന് പറഞ്ഞാൽ ചങ്കുകളാ. എൻ്റെ അനിയൻ ജീവൻ കളയും. ഇന്ന് നിന്റെ അനിയനാ പറയണേ, ഞാൻ മരിച്ചാൽ പോലും നീ എൻ്റെ വീട്ടിൽ കയറിയേക്കരുത്. എന്തു പറ്റി നമുക്ക്? എന്താണ് അതിന് സംഭവിച്ചത്? അതിനൊരു കാരണമുണ്ട്. നമ്മുടെ ഉമ്മ മരിച്ചവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ഉമ്മയ്ക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് നമ്മുടെ ഉമ്മ ഒളുവെടുത്തിട്ട് നിസ്കാരപ്പായിൽ വരും. എന്നിട്ട് ഉമ്മ അങ്ങോട്ട് പറയും, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഉമ്മ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെ ഈ ദിക്റും പറഞ്ഞിങ്ങനെ ഇരിക്കും. മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചു, ഉമ്മ നിസ്കരിക്കും, സുന്നത്ത് നിസ്കരിക്കും. നിസ്കാരമെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മ ഖുർആനും എടുത്തിട്ട് അങ്ങോട്ട് ഇരിക്കും. ആ വിളക്കിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചിട്ട് ഉമ്മ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യും, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യും, സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യും, സൂറത്തു സജദ പാരായണം ചെയ്യും, സൂറത്തു യാസീൻ പാരായണം ചെയ്യും. മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഈ 5 സൂറത്ത് നമ്മുടെ ഉമ്മ ഓതുമായിരുന്നു. നമ്മുടെ ഉമ്മമാര് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ സൂറത്തുൽ വാഖിഅ, എന്താ പ്രത്യേകത? സൂറത്തുൽ വാഖിഅ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായം ഏത് വീടിൻ്റെ അകത്ത് പാരായണം ചെയ്യുന്നുണ്ടോ അള്ളാഹു അവർക്ക് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എടോ, സൂറത്തുൽ വാഖിഅ, ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നുണ്ടോ, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നുണ്ടോ ആ വീട്ടിൽ അള്ളാഹു ദാരിദ്ര്യം കൊടുക്കൂല.
നിന്റെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകാത്തതിന്റെ കാരണം കഞ്ഞിയും പയറും ആയിരുന്നെങ്കിൽ വയറ് നിറയും ചങ്ങാതി. അത് എന്ത് കഴിച്ചാലും അൽഹംദുലില്ലാ ഒരു ബർക്കത്തുണ്ടായിരുന്നു. എന്തുകൊണ്ട്? ഏത് വീടിന്റെ അകത്താണോ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നത് ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി വാപ്പ ഇങ്ങനെ ടെൻഷൻ അടിക്കാറില്ല, മോളെ കെട്ടിക്കണം, എവിടെ അല്ലാ പൈസ ഇല്ല, അല്ലാ വാപ്പായ്ക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നതോ. ദാരിദ്ര്യം അല്ലാഹു ആ വീട്ടിൽ കൊടുക്കില്ല. സൂറത്തുൽ മുൽക്ക് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ അവന്റെ 6 അടി മണ്ണിനകത്ത് വെളിച്ചമുണ്ടാകും. ആ സൂറത്തിന്റെ പ്രത്യേകത അറിയണമെങ്കിൽ ഒരിക്കൽ ഒരു സഹാബി യാത്ര ചെയ്തു വരുമ്പോൾ ക്ഷീണം കാരണം ഒരിടത്ത് കിടന്നുറങ്ങി. നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോഴാ ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കണം മരുഭൂമിയിൽ. ഈ ചങ്ങാതി ചാടി എഴുന്നേറ്റിട്ട് നോക്കി, ആരാ അല്ലാഹ് ഖുർആൻ ഓതുന്നേ? വെളിയിൽ ഇറങ്ങി നോക്കി, ആരെയും കാണുന്നില്ല. പിന്നെയും വന്ന് കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയും ഖുർആൻ ഓതുന്നു. ചാടി എഴുന്നേറ്റ് പിന്നെയും പുറത്തിറങ്ങി, ആരെയും കാണുന്നില്ല. സഹാബിക്ക് പേടിയായി. 3ാമത് കിടന്നുറങ്ങുമ്പോൾ സഹാബിക്ക് മനസ്സിലായി ഖബറിന്റെ മുകളിലാ കിടക്കുന്നത്, ഖബറിനകത്തിരുന്നിട്ടാ ഖുർആൻ ഓതുന്നേന്ന്. പേടിച്ചു വിറച്ചു. രാവിലെ നബിതങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് വല്ലാത്ത അത്ഭുതത്തോടു കൂടി പറഞ്ഞപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, അതിപ്പോ എന്താ വലിയ അത്ഭുതം? എന്താ അതിന് എത്ര വലിയ അത്ഭുതം? എന്താ? സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യ്. അതിന്റെ പ്രയോജനം 6 അടി മണ്ണിനകത്ത് ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3 സൂറത്തുർ റഹ്മാൻ. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. തങ്ങന്മാരെ കാണുമ്പോൾ, ഉസ്താദന്മാരെ കാണുമ്പോൾ എൻ്റെ വീട്ടിലൊന്ന് കയറ്, ഒന്ന് ദുആ ചെയ്യ് ബറക്കത്തിന്. തങ്ങന്മാരെയും സയ്യിദന്മാരെയും ഉസ്താദന്മാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്നത് എന്തിനാ? ദുആ ചെയ്യാൻ. സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്താൽ ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരും നിന്റെ വീട്ടിൽ ദുആ ചെയ്യാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചരിത്രം പറയാൻ സമയമില്ലാത്തത് കൊണ്ടാ ഒരു സ്വഹാബി ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോൾ വീടിന്റെ പുറത്ത് കുതിരകൾ കടന്നിട്ട് ചാടുകയാ. പേടിച്ചു വിറച്ചു പുറത്തിറങ്ങി നോക്കുമ്പോൾ അടങ്ങി നിൽക്കുന്നു. പിന്നെയും അകത്ത് കയറി ഖുർആൻ ഓതാൻ തുടങ്ങി. പിന്നെയും ചാടാൻ തുടങ്ങി. പുറത്തു വരുമ്പോൾ നിശബ്ദമാകുന്നു. അവസാനം ഖുർആൻ മടക്കി വെച്ചിട്ട് സഹാബി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നബിതങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ കെട്ടിയിരുന്ന മൃഗങ്ങളൊക്കെ വല്ലാതെ ബഹളം വെക്കുന്നു. ഖുർആൻ നിർത്തിയപ്പോൾ അത് മിണ്ടാതെ നിൽക്കുന്നു, എന്തുപറ്റി? നബിതങ്ങൾ ചോദിച്ചു, നീ ഏത് സൂറത്താ പാരായണം ചെയ്ത്? സൂറത്തുർ റഹ്മാൻ. മലക്കുകൾ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ചാടിയതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്തപ്പോൾ മലക്കുകൾ ഇറങ്ങി വന്നു. അത് കണ്ടിട്ടാ, ആ നാൽക്കാലിക്കത് കാണാമല്ലോ, അത് കണ്ടിട്ടാണ് അത് കിടന്ന് ബഹളം വെച്ചത്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പൊ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുന്ന വീട്ടിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് വരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സൂറത്തു സജദ ഉംറ ചെയ്ത കൂലിയുണ്ടെന്ന് അത് പാരായണം ചെയ്താൽ. സൂറത്തു സജദ പാരായണം ചെയ്താൽ ഉംറ ചെയ്ത കൂലിയുണ്ട്. സൂറത്തു യാസീൻ എന്തിനു വേണ്ടി ഓതിയോ നീ എന്ത് ദുആ ചെയ്താലും ഉത്തരമുണ്ട്. യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ അവരുടെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പൊ നമ്മുടെ ഉമ്മ നമ്മുടെ ചെറിയ കുടിലിനകത്ത് മഗ്രിബ് കഴിഞ്ഞാൽ വാഖിയ ഓതും, മുൽക്ക് ഓതും, റഹ്മാൻ ഓതും, സജദ ഓതും, യാസീൻ ഓതും. നിന്റെ കൊട്ടാരത്തിൽ നിന്റെ ഭാര്യ 6 മണി കഴിഞ്ഞാൽ ടിവിയുടെ മുമ്പിൽ വന്നിരിക്കും, റിമോട്ട് എടുക്കും, ഏഷ്യനെറ്റ് നിൽക്കും, മഴവിൽ മനോരമ നിൽക്കും, കൈരളി നിൽക്കും, ഓരോ ചാനലും നിൽക്കിക്കൊണ്ടിരിക്കും. ഇതാണ് നിന്റെ വീടിന്റെ പ്രശ്നം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആൻ വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. ആ ഖുർആനിന്റെ കണ്ണുനീര് നിന്റെ വീടിന്റെ സമാധാനവും നിന്റെ വീടിന്റെ സന്തോഷവും ബർക്കത്തുമെല്ലാം നഷ്ടപ്പെടുത്തിയത്. അതുകൊണ്ട് പെങ്ങളെ, ഖുർആനിലേക്ക് മടങ്ങിക്കോ. ഒന്ന് വഅദ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുകയാണ്. അൽഹംദുലില്ലാഹ്, വീടിന്റെ പുറത്ത് നിന്ന് ഒതുവെടുക്കുകയാണ്. എന്നിട്ട് വാതിൽ തുറന്ന് വീടിന്റെ അകത്ത് കയറിയ ആദ്യം ചെന്നിട്ട് ഖുർആൻ എടുക്കണേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് പടച്ചവനെ ആ പൊടിയൊന്ന് തുടച്ച് കളയണേ പെങ്ങള്. ഒരായത്തെങ്കിലും പാരായണം ചെയ്യണേ. ആ ഖുർആനിനെ ഒന്ന് ചുംബിക്കണേ. ആ കണ്ണുനീരൊന്ന് തുടയ്ക്കണേ. എങ്കിൽ നിന്റെ വീട്ടിലേക്ക് അല്ലാഹുവേ സർവ്വതമ കടന്നു വരികയാണ്. സമാധാനം വരികയാണ്, സന്തോഷം വരികയാണ്, സ്നേഹബന്ധങ്ങൾ ഉണ്ടാവുകയാണ്, ഒത്തൊരുമകൾ ഉണ്ടാവുകയാണ്, ബർക്കത്ത് ഉണ്ടാവുകയാണ്, കിട്ടുന്നത് തികയുകയാണ്. നിന്റെ ജീവിതം
തന്നെ സ്വർഗമാവുകയാണ്. നിന്റെ വീട് സമാധാനം തരുന്ന ഒരിടമാവുകയാണ്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സഖനാ എന്ന് ഖുർആൻ അവിടുന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഖുർആനിലേക്ക് മടങ്ങിക്കോ, ഖുർആനിനെ ആദരിച്ചോ, ഖുർആനിനെ ബഹുമാനിച്ചോ, ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തോ. അല്ലാഹുവേ, ഖുർആന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അതുകൊണ്ട് ഹാഫിദീങ്ങളായ മക്കള് സനദ് വാങ്ങിയ മജ്ലിസാണ്, ഖുർആനിനെ കുറിച്ച് പറഞ്ഞ മജ്ലിസാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണേ. എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും നീ ഖുർആനെന്ന് തുടണേ ചെറുപ്പക്കാരാ. എന്റെ വാപ്പയോട് പറയുകയാ, ഉമ്മയോട് പറയുകയാ, ഒരേ ഒരു വസിയത്തേ ഉള്ളൂ, സ്നേഹത്തോടെ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിന്റെ കൈ കൊണ്ട് തുടണേ, ഒരായത്തെങ്കിലും പാരായണം ചെയ്യണേ. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. എല്ലാ ദിവസവും ഖുർആൻ ഒന്ന് കൈകൊണ്ട് തൊടണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു തൊടാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഉസ്താദെ, നാളെ മുതൽ ഞാൻ ഖുർആൻ എല്ലാ ദിവസവും കൈകൊണ്ടൊന്ന് എടുക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവേ, ഈ കൈപൊക്കി എല്ലാവർക്കും നീ നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. നീ നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ ഉയർത്തിയ കൈകൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മുത്തി നബിയുടെ ശഫാഅത്ത് കിട്ടുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാഹ്. ഈ കൈ പൊക്കിയവരെ ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ നീ പെടുത്തണേ പടച്ചവനെ. ആ കൈ പൊക്കാത്തവനെ നീ കാത്തുകൊള്ളണേ അല്ലാഹ്. ആ കൈ പൊക്കാത്തവനെ 1,00,000 രൂപ ചോദിച്ചോ? ഇല്ല. ഖുർആൻ ഒന്ന് കൈകൊണ്ട് തൊടാമോ എന്നാ ചോദിച്ചേ. അപ്പൊ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞവനെ ഞാൻ എന്നാ പറയാനാ? ഒന്നുകൂടെ കൈ പൊക്കിക്കേ. കാല് വേണമെങ്കിലും പൊക്കും, കൈയല്ല, എല്ലാം പൊക്കും. അതങ്ങനെ വാപ്പ മോനോട് പറഞ്ഞുവിടാ, അതിങ്ങെടുത്തോണ്ട് പാടാ. അവൻ കേട്ട പരിചയം പോലും കാണിക്കത്തില്ല. മക്കളെ, നിങ്ങൾ എഴുതാത്ത, നിങ്ങൾ ഖുർആനും ചുമന്നോണ്ട് നടക്കുന്നവരല്ലേ, നിങ്ങൾ എന്തിനാ പൊക്കണേ? വാപ്പ പറഞ്ഞ മോനെ അതിങ്ങെടുത്തിട്ട് വാ. അവൻ കേട്ട പരിചയം പോലും ഇല്ല, എങ്ങനെ ഇരിക്കും? വാപ്പാടെ ശബ്ദം മാറിയിടാ, അതിങ്ങെടുത്തിട്ട് വാടാ. അപ്പോഴും അവൻ ഇങ്ങനെ നോക്കിയിട്ട് മിണ്ടാതെ ഇരിക്കും. പിന്നെ വാപ്പ മൂന്നാമത് പറയാൻ നിൽക്കത്തില്ല, പെടലിക്കൊന്ന് കൊടുത്തിട്ട് പോയി എടുത്തിട്ട് വാടാന്ന് പറയും. ഓടിപ്പോയി എടുത്തുകൊണ്ട് വരും. ചിലരങ്ങനെ ഒന്ന് കിട്ടിയാലേ നന്നാകത്തുള്ളൂ. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ എല്ലാ ദിവസവും ഖുർആൻ തൊടുവോ? തൊട്ടിട്ട് കാര്യമില്ലടോ, ഓതണം. ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും, 114 സൂറത്തുണ്ട്. ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബഖറ, ഏറ്റവും ചെറിയ സൂറത്തുൽ ഇന്നാഅതൈനാകൽ കൗസർ. ഈ 114 സൂറത്തിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ഖുർആൻ നോക്കിയിട്ട് പാരായണം ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ? നിനക്ക് ഇഷ്ടമുള്ളത് ഓതിക്കോ, ഇഷ്ടമുള്ള സൂറത്ത് ഓതിക്കോ. ബക്കറ ഓതണമെന്ന് തോന്നിയാ ഓതിക്കോ. 2.5 ജുസ് അല്ലേ ഓതും? ഇല്ലടാ, 2.5 ജുസ് അല്ലേ ഉള്ളൂ. ഇരുന്ന് ഓതിക്കോ. ഇനി 3 ആയത്ത് ഞാൻ എന്നടുത്ത് ഒരാള് ചോദിച്ചു, ഉസ്താദെ, നിസ്കരിക്കുന്ന സമയത്ത് എത്ര ആയത്ത് ഓതണം? 3 ആയത്ത് ഓതിയാൽ മതിയോന്ന് ഒരു റക്അത്തിൽ? അപ്പൊ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, 3 ആയത്തെങ്കിലും ഏറ്റവും കുറഞ്ഞ് ഓതണം. അപ്പൊ അദ്ദേഹം എന്താണ്, ഞാൻ ചോദിച്ചത്, നിങ്ങൾ എന്താ അങ്ങനെ ചോദിച്ചതെന്ന്. അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ, എനിക്ക് ആകെ ഖുർആനിൽ ഒരു സൂറത്തെ ഓതാൻ അറിയത്തുള്ളൂ. ഖുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എനിക്കിത് മാത്രമേ അറിയത്തുള്ളൂ. എല്ലാ റക്അത്തിലും ഈ സൂറത്ത് ഓതാൻ ഒരു മടി. ഞാനാണെങ്കിൽ ആദ്യത്തെ ഒരു റക്അത്തിൽ 3 ആയത്ത് ഓതും, രണ്ടാമത്തെ റക്അത്തിൽ 3 ആയത്ത് ഓതും. അദ്ദേഹത്തിന് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. നിങ്ങളെന്തോ കളിയാക്കേണ്ടത് വല്ലിക്കണം. അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. നിനക്ക് എത്രയോ സൂറത്ത് അറിയാം, നീ എന്നും ഇന്ന ആഴത്തേനെയും കുലുഹൊല്ലയാ. ഇവിടെ നമുക്കറിയാഞ്ഞിട്ടാ. അദ്ദേഹത്തിന്റെ അയക്ക് വേറെ ഒരു സൂറത്ത് ഓതാൻ അറിയാത്തത് കൊണ്ടാ ചോദ്യം ചോദിച്ചത്. ചില ആൾക്കാർ ഭയങ്കര ബിരുദന്മാരാ. ഞാനിപ്പം നിങ്ങളുടെ ഷഹീർ ഉസ്താദിന്റെ ഇപ്പൊ പോയാ, ഞാനൊരാളോട് ചോദിച്ചു, ഹബീബെ, ഒന്ന് ഉംറയ്ക്ക് പൊക്കൂടെ? പൈസയൊക്കെ ഉള്ള ആളല്ലേ, ഒന്ന് ഉംറയ്ക്ക് പൊക്കൂടെ? അയാൾ പറഞ്ഞു, ഉസ്താദെ, ഹറമിൽ ആളില്ലാത്ത സമയം എപ്പോഴാന്ന് പറയാൻ ഞാൻ വരാൻ തയ്യാറാണ്. അയാൾ എന്നോട് പറഞ്ഞൊരു മറുപടി,
പരിശുദ്ധ കഅബാലയത്തിൽ തിരക്കില്ലാത്ത ഒരു സമയം പറയാൻ, എനിക്ക് ഉംറയ്ക്ക് വരാനാണ്. ഞാൻ പറഞ്ഞു ഖിയാമത്ത് നാളാവട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചില ആൾക്കാർ അങ്ങനെ ആടോ, അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു തരാം. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. രണ്ടാമത് ചാൻസ് ഇല്ല കേട്ടാ, ഇതിന് രണ്ടാമതൊരവസരമില്ല. പൊക്കണമെങ്കിൽ അരക്കൈയൊന്നുമില്ല, സ്വർഗത്തിൽ ഒറ്റ കയ്യേ ഉള്ളൂ. നല്ലപോലെ പൊക്കിക്കോ. അൽഹംദുലില്ലാഹ്. അള്ളാഹുവേ, ഈ ഉയർത്തിയ കൈ ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. സ്വർഗത്തിൽ പോണോ? ഞാൻ പറയുന്ന ഒരാളെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം. പൈസ വല്ലതും കൊടുക്കണോ? ഞാൻ പറയുന്ന ഒരാളെ സ്നേഹിച്ചാൽ മതി, സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സ്നേഹിക്കോ? ആരെയാ സ്നേഹിക്കേണ്ടത്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിക്കണം. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ച നിനക്ക് സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സ്നേഹിക്കോ? ഖുർആനിൽ എത്ര സൂറത്തുണ്ട്? 114 സൂറത്തുണ്ട്. ആ 114 സൂറത്തിൽ 112ാമത്തെ സൂറത്ത് ഏതാ? വെടി കൊണ്ടതുപോലെ ഇരിക്കണം നോക്കിയേ. എന്റെ പൊന്നാര കാക്ക, ആകെ 114 ഉള്ളൂ. 114ാമത്തെ സൂറത്ത് ഏതാ? ഖുൽ അഊദു ബിറബ്ബിൻ. 113ാമത്തെ സൂറത്ത് ഏതാ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്. 112ാമത്തെ സൂറത്ത് ഏതാ? ഖുൽ ഹുവല്ലാഹു അഹദ്.